2023 ഒക്ടോബർ 7 ആക്രമണത്തിൽ പിടിച്ചെടുത്ത 250ഓളം ഇസ്രായേൽ ബന്ദികളിൽ 59 പേരെ ഇപ്പോഴും ഹമാസ് കൈവശം വെച്ചിരിക്കുകയാണ്. പോരാട്ടം അവസാനിപ്പിക്കുന്നതിനുള്ള സ്ഥിരമായ ഒരു കരാറിനായി ചർച്ച നടത്താനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങളെ ഇസ്രായേൽ അപകടത്തിലാക്കുന്നുവെന്ന് ഹമാസ് ആരോപിച്ചു കഴിഞ്ഞു. എന്നാൽ പ്രതികാര നടപടി സ്വീകരിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഗാസ മുനമ്പിന്റെ വടക്കു മുതൽ തെക്ക് വരെയുള്ള വീടുകളുടെ ടെന്റ് ക്യാമ്പുകളെയും ആക്രമിച്ചു കഴിഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ടാണ് ഒരു ഇസ്രായേലി വിമാനം ഗാസ സിറ്റിയിലേക്ക് മിസൈലുകൾ വർഷിച്ചതെന്ന് ദൃക്സാക്ഷികളും വ്യക്തമാക്കി. ആക്രമണങ്ങളെ തുടർന്ന് ഇസ്രായേൽ ഗാസയിലേക്കുള്ള സഹായ വിതരണം 2 ആഴ്ചയിലേറെ നിർത്തിവെക്കുകയും ചെയ്തു. ഇത് മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാക്കി കഴിഞ്ഞു. അമേരിക്കയ്ക്കൊപ്പം വെടിനിർത്തൽ കരാറിലെ മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചു കഴിഞ്ഞു. അതേസമയം യൂറോപ്യൻ യൂണിയൻ വെടിനിർത്തൽ ലംഘിച്ചതിൽ ഖേദിക്കുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വെടിനിർത്തലിന്റെ പ്രാരംഭഘട്ടം അവസാനിപ്പിച്ചതിനു ശേഷം ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള വിടവ് നികത്താൻ മധ്യസ്ഥർ ശ്രമിച്ചതിനാൽ ഇസ്രായേലിൽ നിന്നും ഹമാസിൽ നിന്നുള്ള ചർച്ചാ സംഘങ്ങളിൽ ദോഹയിൽ വെച്ച് നടക്കുകയും ചെയ്തു.